ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന പാകിസ്ഥാനിൽ സമ്പൂർണ്ണ രാഷ്ട്രീയ അനിശ്ചിതത്വം. സർക്കാർ ഇടപെടൽ തീർത്തും ഇല്ലാതായതോടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബങ്കറിൽ ഒളിച്ചു എന്നുവരെയാണ് പ്രചാരണം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൈനിക മേധാവി അസിം മുനീറിനെതിരെയും പാകിസ്ഥാനിൽ വ്യാപക വിമർശനം ഉയരുകയാണ്. അംഗ നാഷണൽ അസംബ്ലിയിൽ വെറും 113 അംഗങ്ങൾ മാത്രമുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ്. ആ അംഗങ്ങൾ തന്നെ വിഘടിച്ച് 3 ഗ്രൂപ്പ്. അതിൽ ഒരു ഗ്രൂപ്പിന്റെ മാത്രം തലവനായ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നതിനെ പരസ്യമായി വിമർശിക്കുന്നത് പ്രതിപക്ഷമല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. ഇതിനിടെ സൈനിക മേധാവി അസിം മുനീർ പൂർണ്ണ അധികാരം പിടിച്ചെന്ന ഒരു വശത്ത് നിന്ന് വാർത്ത. അസിം മുനീറിനെ നീക്കി പുതിയ സൈന്യാധിപൻ വന്നെന്ന മറ്റൊരു വാർത്ത. 3 ദിവസമായി അസിം മുനീറിനെ പാകിസ്ഥാനിൽ ആരും കണ്ടിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുവരെ പാകിസ്ഥാൻ നടത്തിയ യുദ്ധങ്ങളെല്ലാം സൈന്യത്തിന്റെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു. ഇത്തവണ സൈന്യം പോലും 2 തട്ടിലാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും വിശദീകരിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാനിൽ ആഭ്യന്തര അരക്ഷിതാവസ്ഥയും നിഴൽ വീഴ്ത്തുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്ന ചടുല നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങളില്ലാതെ കുഴങ്ങുകയാണ് സൈന്യവും സർക്കാരും. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റ വിമതർ പിടിച്ചെടുത്തെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ പ്രധാനമന്ത്രി ബങ്കറിൽ ഒളിച്ചു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നു. ഇന്ത്യയുമായി യുദ്ധം പ്രഖ്യാപിച്ച വാർത്താസമ്മേളനത്തിൽ ഷഹബാസ് ഷെരീഫ് ഏറ്റവും വിമർശിക്കപ്പെട്ടത് തപ്പിത്തടഞ്ഞുള്ള പ്രസംഗത്തിന്റെ പേരിലാണ്. എന്താണ് പറയേണ്ടതെന്നറിയാതെ ഷഹബാസ് ഷെരീഫ് വാക്കുകൾ വലിച്ചു നീട്ടിയപ്പോൾ യുദ്ധം തീർന്നാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം തീരില്ല എന്ന് വിമർശിക്കപ്പെട്ടു. ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പ്രസ്താവിച്ച പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിനോട് തെളിവ് ചോദിച്ചത് CNN. തെളിവ് സോഷ്യൽ മീഡിയയിലുണ്ടെന്ന പ്രതിരോധ മന്ത്രി. ഇങ്ങനെ എന്താണ് പറയേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാതെ പരക്കം പായുകയാണ് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വം. ഏറ്റവും ദുർബലമായ സർക്കാർ, ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ഉച്ചത്തിലുള്ള അലമുറകൾ, പതിവിന് വിരുദ്ധമായി വിഘടിച്ചു നിൽക്കുന്ന സൈന്യം, ഇതിനൊപ്പം പോറ്റി വളർത്തിയ ഭീകരരിൽ ഒരു പറ്റം രാജ്യത്തിനെതിരെ തിരിയുന്നതിന്റെ അരക്ഷിതാവസ്ഥയും കൂടി ചേരുന്നതാണ് ഇന്നത്തെ പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.